ക്രിക്കറ്റ് ഇന്ത്യയിൽ വെറും ഒരു കായിക വിനോദമല്ല, അതൊരു വികാരമാണ്. ഗാലറിയിലെ ആവേശവും ആർപ്പുവിളികളും ഓരോ പന്തിലുമുള്ള ഉദ്വേഗവും ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റുന്നു. എന്നാൽ കളിക്കളത്തിലെ സിക്സറുകൾക്കും വിക്കറ്റുകൾക്കും അപ്പുറം ഗാലറിയിൽ ചിലപ്പോൾ അതിമനോഹരമായ ചില ജീവിത നിമിഷങ്ങളും പിറക്കാറുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിനിടയിൽ സംഭവിച്ചത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ മത്സരത്തിനിടയിൽ ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തി ഒരു മുംബൈ ആരാധകൻ തന്റെ പ്രണയം സഫലമാക്കിയ കഥ ഏതൊരു സിനിമാ കഥയും വെല്ലുന്നതായിരുന്നു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ക്രിക്കറ്റ് ചരിത്രത്തിലെ നിരവധി ഇതിഹാസ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ്. 2011 ലോകകപ്പ് വിജയം മുതൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിരമിക്കൽ വരെ നീളുന്ന ആ വൈകാരിക പശ്ചാത്തലത്തിലാണ് പുതിയൊരു അധ്യായം കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നത്. IPL ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ സ്വാഭാവികമായും ഗാലറിയിൽ വൻ ജനത്തിരക്കും ആവേശവുമാണ് ഉണ്ടാവുക. മുംബൈ ഇന്ത്യൻസിന്റെ നീലക്കടലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പർപ്പിൾ തരംഗവും ഗാലറിയിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്ന സമയം. ഈ മത്സരത്തിനിടയിലാണ് ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ഗാലറിയിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിഞ്ഞത്. അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ജേഴ്സി അണിഞ്ഞൊരു യുവാവ് തന്റെ കാമുകിയോടൊപ്പം കളി ആസ്വദിക്കുകയായിരുന്നു. യുവതിയാകട്ടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കടുത്ത ആരാധികയും. രണ്ട് വ്യത്യസ്ത ടീമുകളെ പിന്തുണയ്ക്കുന്നവർ ഒരേയിടത്ത് നിന്ന് കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പരിഹാസങ്ങളും തമാശകളും അവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ ആ യുവാവിന്റെ മനസ്സിൽ ആ മത്സരത്തെക്കാൾ വലിയൊരു ഫൈനൽ പ്ലാൻ ഉണ്ടായിരുന്നു. മത്സരം മുറുകുന്നതിനിടയിൽ യുവാവ് പെട്ടെന്ന് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് തന്റെ കാമുകിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. പോക്കറ്റിൽ നിന്നും ഒരു മോതിരം എടുത്ത് പ്രണയാഭ്യർത്ഥന നടത്താനായിരുന്നു അവന്റെ നീക്കം. ചുറ്റുമുള്ള ആരാധകർ ആവേശത്തോടെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. മൊബൈൽ ക്യാമറകൾ ആ ദൃശ്യം പകർത്താൻ തയ്യാറായി നിന്നു. എന്നാൽ വാങ്കഡെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിതമായ സംഭവം അവിടെ അരങ്ങേറി. ആവേശത്തിനിടയിൽ യുവാവിന്റെ കയ്യിൽ നിന്നും ആ മോതിരം തെന്നിമാറി ഗാലറിയിലെ സീറ്റുകൾക്കിടയിലുള്ള വിടവിലേക്ക് വീണുപോയി. പ്രണയാതുരമായ ആ നിമിഷം പെട്ടെന്ന് പരിഭ്രാന്തിയിലേക്ക് മാറി. യുവാവ് പകച്ചുപോയി. യുവതിയും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഗാലറിയിലെ വെളിച്ചക്കുറവിനിടയിൽ സീറ്റുകൾക്കിടയിൽ വീണ ചെറിയൊരു മോതിരം കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമായി തോന്നി. ഒരു വലിയ സ്വപ്നം പാതി വഴിയിൽ തകർന്നേക്കാം എന്ന ഭയം ആ യുവാവിന്റെ മുഖത്തും പ്രകടമായിരുന്നു. ഇവിടെയാണ് ക്രിക്കറ്റ് ആരാധകരുടെ യഥാർത്ഥ മനോഭാവം വെളിപ്പെട്ടത്. സാധാരണഗതിയിൽ മുംബൈ ആരാധകരും കൊൽക്കത്ത ആരാധകരും തമ്മിൽ ഗാലറിയിൽ വലിയ വാക്പോരുകൾ നടക്കാറുണ്ട്. എന്നാൽ തന്റെ സഹജീവി നേരിടുന്ന പ്രതിസന്ധി കണ്ടപ്പോൾ ആരും ടീം വ്യത്യാസം നോക്കിയില്ല. യുവാവിനെ സഹായിക്കാൻ ചുറ്റുമുള്ളവർ ആവേശത്തോടെ മുന്നോട്ട് വന്നു. കൊൽക്കത്തയുടെയും മുംബൈയുടെയും ജേഴ്സി അണിഞ്ഞവർ ഒന്നിച്ച് ടോർച്ചുകൾ തെളിയിച്ച് സീറ്റുകൾക്കിടയിൽ തിരച്ചിൽ ആരംഭിച്ചു. ഒരു നിമിഷം വാങ്കഡെ സ്റ്റേഡിയം ആ പ്രണയ സാഫല്യത്തിനായി ഒന്നിച്ചു. കുറച്ച് സമയത്തെ ആകാംക്ഷഭരിതമായ തിരച്ചിലിനൊടുവിൽ ഗാലറിയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ ആ മോതിരം കണ്ടെടുത്തു. അദ്ദേഹം അത് യുവാവിന് കൈമാറിയപ്പോൾ ഗാലറിയിൽ ഉയർന്നത് ഒരു സിക്സർ അടിച്ചാൽ ഉണ്ടാകുന്ന ആവേശത്തെക്കാൾ വലിയ ശബ്ദമായിരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നത് കളിക്കളത്തിൽ മാത്രമല്ല, ഗാലറിയിലും ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. മോതിരം തിരികെ കിട്ടിയ ഉടൻ തന്നെ യുവാവ് രണ്ടാമത് മുട്ടുകുത്തി നിന്ന് തന്റെ കാമുകിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. യുവതി നിറഞ്ഞ ചിരിയോടെയും കണ്ണുനീരോടെയും അത് സ്വീകരിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചപ്പോൾ ചുറ്റുമുള്ളവർ കരഘോഷങ്ങളോടെ അവരെ അനുമോദിച്ചു. ആ നിമിഷം അവർ ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് പ്രസക്തിയില്ലാതായി മാറി. മുംബൈയുടെ നീലയും കൊൽക്കത്തയുടെ പർപ്പിളും അവിടെ ഒത്തുചേർന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഈ വീഡിയോ പങ്കുവച്ചതോടെയാണ് സംഭവം ലോകശ്രദ്ധ നേടിയത്. വിജയം അത് ഏത് ടീമിനായാലും പ്രണയത്തിന് വാങ്കഡയിൽ വലിയൊരു വിജയം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള അടിക്കുറിപ്പോടെയാണ് വീഡിയോ വൈറലായത്. ലക്ഷക്കണക്കിന് ആളുകളാണ് നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ കണ്ട് പ്രതികരണങ്ങൾ അറിയിച്ചത്. വീഡിയോ വൈറലായതോടെ നെറ്റിസൺസ് ഈ ദമ്പതികൾക്ക് പുതിയൊരു പേരും നൽകി, മുംബൈ നൈറ്റ് റൈഡേഴ്സ്. ഇന്ത്യയിലെ വൈവിധ്യവും സ്നേഹവും ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളിലൂടെയാണ് പ്രതിഫലിക്കുന്നതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. മുംബൈ ആരാധകനായ യുവാവിനെ കളിയാക്കി രോഹിത് ശർമ്മയുടെ ആരാധകനായതുകൊണ്ട് സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ മോതിരം കൈവിട്ട് പോയതാവാമെന്ന് ചിലർ തമാശ രൂപേണ കമന്റ് ചെയ്തു. മറ്റു ചിലരാകട്ടെ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഒരേ സമയം കളിയിലും പ്രണയത്തിലും ജയിച്ചിരിക്കുന്നുവെന്നും കുറിച്ചു. IPL എന്നത് വെറും ഒരു ബിസിനസ് മാതൃകയോ കായിക മാമാങ്കമോ മാത്രമല്ല, അത് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വാങ്കഡയിലെ ഈ സംഭവം തെളിയിക്കുന്നത് ഇത്തരം വലിയ വേദികൾ ആളുകൾക്ക് അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഇടം കൂടിയാണെന്നാണ്. മത്സരത്തിലെ ജയപരാജയങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്കാണ് വിലയെന്ന് ഈ പ്രണയകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിലെ ആ രാത്രി മുംബൈക്കോ കൊൽക്കത്തയ്ക്കോ മാത്രമായിരുന്നില്ല, മറിച്ച് ആ പ്രണയ ജോഡികളുടേത് കൂടിയായിരുന്നു. മോതിരം നഷ്ടപ്പെട്ടപ്പോൾ ഒന്നിച്ചു നിന്ന ആ ഗാലറി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. കാലങ്ങൾ കഴിഞ്ഞാലും വാങ്കഡയിലെ ആവേശ പോരാട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്രതീക്ഷിതമായ ട്വിസ്റ്റും തുടർന്നുണ്ടായ പ്രണയ സാഫല്യവും ആരാധകരുടെ മനസ്സിൽ ഒരു പുഞ്ചിരിയായി അവശേഷിക്കും. കളിക്കളത്തിലെ സ്കോർ ബോർഡുകൾ മാഞ്ഞു പോയേക്കാം, എന്നാൽ ഇത്തരം ഹൃദ്യമായ നിമിഷങ്ങൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏടുകളിൽ എന്നും തിളങ്ങി നിൽക്കും.